വെള്ളത്തിന് അടിയിലൂടെയുള്ള കുരിശിന്റെ വഴിയുമായി അർജന്റീന. പ്യൂർട്ടോ മാഡ്രിൻ നഗരമാണ് ദുഃഖവെള്ളിയാഴ്ചയിലെ ഈ കുരിശിന്റെ വഴിക്ക് വേദിയായത്. കുരിശിന്റെ വഴി ത്യാഗത്തോടെ ഭക്തിസാന്ദ്രമാക്കാൻ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ശ്രമിക്കാറുണ്ട്. അതിനായി കുരിശിന്റെ വഴി ദൃശ്യാവിഷ്കാരവും മറ്റും നടത്തപ്പെടാറുണ്ട്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് അർജന്റീനയിലെ പ്യൂർട്ടോ മാഡ്രിൻ നിവാസികൾ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്തുന്നത്. ഇവിടുത്തെ വെള്ളത്തിലൂടെയുള്ള കുരിശിന്റെ വഴി വളരെ പ്രസിദ്ധമാണ്. കുരിശിൽ പ്രത്യേകതരം ലൈറ്റുകൾ ഘടിപ്പിച്ചാണ് പ്രസ്തുത കുരിശിന്റെ വഴി നടത്തുന്നത്. 2000-ലാണ് ആദ്യമായി വെള്ളത്തിലൂടെയുള്ള കുരിശിന്റെ വഴി നടത്തപ്പെട്ടത്. അന്ന് ബ്യൂണസ് ഐറിസ് അതിരൂപത അധ്യക്ഷനായിരിക്കെ ഫ്രാൻസിസ് പാപ്പയാണ് ആദ്യമായി തുടങ്ങിയ വെള്ളത്തിലൂടെയുള്ള കുരിശിന്റെ വഴി ആശീർവദിച്ചത്. വിദഗ്ധ നീന്തൽക്കാരും സ്ക്യൂബ ഡൈവർമാരുമാണ് വെള്ളത്തിലൂടെയുള്ള കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകുക. പ്രസ്തുത കുരിശിന്റെ വഴി വളരെ ആകർഷകവും എന്നാൽ ഭക്തി നിർഭരവുമാണെന്ന് നഗരത്തിലെ ടൂറിസം സെക്രട്ടറി സിസിലിയ പാവിയ വ്യക്തമാക്കി. ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കുരിശിന്റെ വഴി ആരംഭിക്കുക. സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ദേവാലയത്തിൽ നിന്ന് നഗരം ചുറ്റിയുള്ള കുരിശിന്റെ വഴി പീദ്രെ ബ്യൂണ തുറമുഖത്ത് എത്തിച്ചേരും. വിശ്വാസികൾ മെഴുകുതിരികൾ കയ്യിലേന്തി തുറമുഖത്ത് അണിനിരക്കും. തുടർന്ന് സ്ക്യൂബ ഡൈവർമാരും മറ്റും വൈദികരുടെ നേതൃത്വത്തിൽ വെള്ളത്തിനടിയിൽ കുരിശിന്റെ വഴി നടത്തുന്നതിനായി സജ്ജരാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗന ന്യൂസ്.